അപ്പോൾ നമുക്ക് ഒരു സ്റ്റോറിയിലേക്ക് പോകാം. വളരെ വൈകിയാണ് ഇത്തരം ഒരു വാർത്ത ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം വായിക്കാവേ. നമ്മുടെ പകൽ നടന്ന ഒരു അപകടത്തിൻ്റെ മറ്റുള്ളവൻ്റെ ദാരുണമായ ദൃശ്യങ്ങൾ കാണിക്കുന്നതിൻ്റെ ഒരു മര്യാദയുണ്ട്. അതെൻ്റെ മാധ്യമപ്രവർത്തനത്തിൻ്റെ മാത്രമല്ല, എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ കൂടെ ഭാഗം കൂടെയാണ്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു ചെറ്റത്തരം കാണിക്കാൻ, വാർത്തയ്ക്കകത്ത് കാണിക്കാൻ എന്നെക്കൊണ്ട് സൗകര്യപ്പെടത്തില്ല. ഒരുത്തൻ അയച്ചിട്ടുണ്ട്, അവൻ്റെ പേരിനാടി ബിനിൽ മാത്യൂസോ, ബിനിൽ മാത്യൂസ്. നിനക്ക് എക്സ്ക്ലൂസീവിൻ്റെ അർത്ഥം അറിയാവോടാ പൊട്ട. എരുമേലി നല്ല വാർത്താ ചാനലുകളുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, നല്ല ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പ്രിയ പ്രേക്ഷകരെ അത് പോയി കാണുക. ഇവൻ്റെ ഈ തട്ടിക്കൂട്ട് ചാനൽ കണ്ടിട്ട് നിങ്ങൾ എരുമേലിയുടെ വാർത്തയാണെന്ന് പറഞ്ഞ് നമ്മൾ ആരും നാണം കെടുത്തില്ല. മനസ്സിലായോ? നിങ്ങൾ ഇവൻ എന്താ എഴുതിയൊക്കെ മനസ്സിലാകുന്നില്ല. നിങ്ങളോട് കൃത്യമായിട്ട് പറയുന്നതാണ്, ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. അവൻ കൃത്യമായിട്ട് പറയുക, നമ്മളോട് പറയുക. ചുമ്മാ ഒരുപാട് മനുഷ്യനെ വടിയാക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഓ, ആയിക്കോട്ടെ. ഇയാൾ പ്രത്യേക ഒരു സംസ്കാരം ഉണ്ടാക്കുന്നു, അതാണ് ഇയാൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ പ്രോത്സാഹിപ്പിക്കൽ. ശരി, എന്നെ താല്പര്യമുള്ളവർ മാത്രം, എന്നെ എന്നല്ല, നമ്മുടെ ചാനലിൽ താല്പര്യമുള്ളവർ മാത്രം നമ്മളെ പ്രോത്സാഹിപ്പിച്ചാൽ മതി. ഏതാണ്ട് ഇപ്പോൾ തന്നെ ഒരു 10,000 ഫോളോവേഴ്സ് കടന്നു കഴിഞ്ഞു. എന്തായിരിക്കാം ഒരു മാധ്യമപ്രവർത്തനം? ഇത് ഞാൻ ഒരു കാരണവശാലും ഞാനിങ്ങനെ പറയുന്നതല്ല. ഒരു നാറുകളോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കാൻ പാടില്ലല്ലേ? പാടില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ അവസ്ഥയിൽ അത് മൊത്തത്തോടെ എടുത്ത് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റത്തില്ല. മനസാക്ഷിയുള്ളവർക്ക് അത് പറ്റത്തില്ല. നമ്മുടെ ചാനലിനും അത് പറ്റത്തില്ല. അതിൻ്റെ പേരിൽ ഇത് ഇങ്ങോട്ട് വന്ന് ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ പൊട്ടനായിട്ടല്ല ഇത്രയും കാലവും ജോലി ചെയ്തത്. പൊട്ടനായിട്ടല്ല, പറഞ്ഞ ആ അദ്ദേഹത്തോട് തന്നെയാണ് പറയുന്നത്. പൊട്ടനായിട്ടല്ല, അന്തസ്സോടുകൂടിയാണ് ജോലി ചെയ്തത് ഇത്രയും കാലം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എൻ്റെ വീടിന് തൊട്ടടുത്തൊരു സ്ത്രീ മരിക്കുകയുണ്ടായി, അറിയാമല്ലോ. അന്നേരം നമ്മൾ ചെയ്തത് എങ്ങനെ? ആ സ്ത്രീയുടെ ബോഡിയോ ഒന്നും കാണിച്ചില്ല. അന്തസ്സ് വേണം, മനസ്സിലായല്ലോ. നമുക്കിത് പറഞ്ഞാൽ നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നമ്മളത് കാണിച്ചു വെച്ചാൽ മതി. മറ്റുള്ളവർക്ക് അത് താല്പര്യം തോന്നുന്നില്ലെങ്കിൽ കാണണ്ട, അത്ര ഉള്ളൂ. നിങ്ങൾ പോയി നേരിട്ട് കാണാമല്ലോ. അവിടെ ഉണ്ടായിരുന്നല്ലോ, എരുമേലിലുണ്ടായിരുന്നല്ലോ, നേരിട്ട് പോയി കാണത്തില്ല. ബ്ലഡും മരിച്ചു കിടക്കുന്നോ അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്നോ കാണണമെങ്കിൽ നേരിട്ട് പോയി കാണുക. മൃഗീയമായ സംസ്കാരമുള്ളവർക്ക് അത് കാണാം. എന്നെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ അയലൊക്കെ ഒരു സ്ത്രീ മരിച്ചപ്പോൾ പോലും ഞാൻ അത് പോയി കണ്ടില്ല. ഞാൻ പറഞ്ഞു, ആ വീഡിയോ നമുക്ക് വേണ്ട അല്ലേ. ഇദ്ദേഹം പോയി കണ്ടോ? ഇല്ല, ഞാനും കണ്ടില്ല. ആ സ്ത്രീ മരിച്ചപ്പോൾ കണ്ടില്ല. അത് ഞങ്ങളുടെ സംസ്കാരം അതാണ്. ലെവൻ്റെ സംസ്കാരം അതാണെങ്കിൽ അതങ്ങ് മടക്കി ചുരുട്ടി 4 പോക്കറ്റ് വെച്ചാൽ മതി. എന്തായാലും ജനഗണമനയ്ക്ക് നാട്ടുകാരെ മൃഗീയമായൊരു സംസ്കാരം കാണിച്ചിട്ടുള്ള റീച്ച് വേണ്ട. എന്നാ അവൻ്റെ പേരെന്നാ? ബിനിൽ മാത്യു. ആരോടാണെങ്കിലും ഒരാളോട് തന്നെയല്ല, ഇത് ആരോടാണെങ്കിലും. ഇയാൾ ഇടുന്നതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, ഇത് എന്നാ എക്സ്ക്ലൂസീവാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഒരാൾ ഇട്ടിട്ടുണ്ട്. ആ ആളോടും കൂടി വേണ്ടി തന്നെയാ പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ സഹായവും വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ ഫോളോവേഴ്സും ആവണ്ട. ഞങ്ങളുടെ സംസ്കാരമുണ്ട്, വാർത്താ സംസ്കാരം എന്ന് പറയും. ഈ ഒരാൾ മാത്രം പറഞ്ഞ ഉടനെ ചാനൽ പൂട്ടിക്കെട്ടാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഉടനെ നാട്ടുകാർ മൊത്തം ചാനൽ പൂട്ടിക്കെട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ബിനിൽ മാത്യുവിനോട് പറയണ സൗകര്യപ്പെടുകയല്ല. ബിനിൽ മാത്യു എന്ന് പറയുന്ന ഒരാളല്ല. ഇത് ചിലപ്പം വേണേ ആ ആളെ കൊണ്ട് പറയിപ്പിക്കുന്ന നമുക്കറിയാം. അതൊന്നും നമുക്കറിയാം. അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. ഇതിലും വലിയ മാധ്യമ സ്ഥാപനങ്ങൾ എരുമേലിയിലുണ്ട് എന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ ആവാം, മേ ബി, അറിയത്തില്ല, ആവാം. ഈ സ്ഥാപനത്തെ പ്രോത്സാഹിപ്പിക്കരുത്. എടാ ബിനിൽ മാത്യു, നീ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, നീ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. നീ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ വളരുന്നുണ്ട്. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചോരയും മലവും രക്തവും മൂത്രവും ഒന്നും കാണിക്കാമെന്നും ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. ഇനി നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ നീ നേരിട്ട് പോയി കാണാൻ, അത്രേ പറയുന്നുള്ളൂ.
നിനക്ക് ഈ മലവും മൂത്രവും കാണുമെന്ന് നിനക്ക് ആഗ്രഹമാണെങ്കിൽ നമ്മൾ സാഡിസ്റ്റുകളല്ല. ഒരു അപകടം നടന്നു എന്ന് പറയുന്നു, ആ അന്തരീക്ഷത്തിൻ്റെ ഒരു സറൗണ്ടിങ്സ് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഇതിനകത്ത് ഈ ഫോണിനകത്ത് വന്നിരിക്കുന്ന ഫോട്ടോസ് അല്ല വീഡിയോസ് പോലും ഇതിനകത്ത് ഫേസ്ബുക്ക് പോലും അത് ബ്ലറാക്കിക്കൊണ്ടാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് വീഡിയോ കിട്ടി, ഇഷ്ടം പോലെ വീഡിയോ കിട്ടി, എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ഫേസ്ബുക്ക് പോലും അത് ബ്ലറാക്കി. ഞാൻ തെറി പറയാത്തത് ആഭ്യന്തരമന്ത്രി ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് പറയാനുള്ളത് പറയുക. അതുകൊണ്ട് നിന്റെ ആളെ തന്നെ പറയണ്ടെന്നേ വേണ്ട. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നാങ്ങട്ട പരിപാടി അങ്ങനത്തെ പരിപാടിയില്ല. ഇനി മേലാൽ ഏതെങ്കിലും പ്രേക്ഷകർക്ക് ഈ നമ്മുടെ ജനഗണമന കാണണ്ട എന്ന് തോന്നുകയാൽ ഞങ്ങളെ ഇത് ചെയ്യുന്നതേ ബ്ലോക്ക് ചെയ്തു, ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു. എന്തായാലും വൃത്തികേട് കാണിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ശരിയാണോ? അതെ, അത് ശരിയായ കാര്യം. സൗകര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഈ ബിനിൽ മാത്യു എന്ന് പറഞ്ഞൊരു ഇന്നത്തെ ഒരു വാർത്തയ്ക്കും ആരോ ഒരാൾ ഇങ്ങനെ കമൻ്റ് ഇട്ടു, അന്ന് നമ്മൾ മറുപടി പറഞ്ഞാണ്. ഇതിന് മുന്നേ ഒരു വാർത്ത, ഏതോ ഒരു വാർത്ത ഇട്ടപ്പം അതെന്താണോ ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു വാർത്തയ്ക്ക് ഇതുപോലെ പറഞ്ഞു, ഞാനാണ് അതിന് മറുപടി ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ആ ആൾക്ക് അടക്കമായെന്ന് തോന്നുന്നു. ഇപ്പം അയാളുടെ കമൻറ്റ് കാണുന്നില്ല. വേറെ വല്ല പണിയും പോയി നോക്ക്. ഞങ്ങളെ ഈ പെണ്ണുങ്ങളുടെ ശരീരം കാണിക്കാനോ ശവശരീരം കാണിക്കാനോ അല്ലെങ്കിൽ ഈ മുറിവേറ്റ ബ്ലഡ് ഒഴുകി കിടക്കുന്ന സാധനം കാണിക്കാൻ വേണ്ടിയുള്ള ചാനലല്ല ഇത്. എല്ലാ നാറികളോടും പറഞ്ഞേക്കാം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധിയുള്ളവർക്ക് ഞാൻ പറയും വിവരമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണ് ഇത്. സൗകര്യമുള്ള കണ്ടാൽ മതി. വലിയ വലിയ ചാനലുകൾ, അത് ഏഷ്യാനെറ്റ് പോലെയുള്ള വലിയ വലിയ ചാനലുകളിൽ പോലും വാർത്തകളിൽ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത്രയും ഭാഗം ബ്ലറാക്കിക്കൊണ്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മാത്രം എന്താ ഇങ്ങനെ? അതെ, അവന് മുഴുവൻ കണ്ടില്ലെന്ന്, അപകടത്തിൻ്റെ മുഴുവൻ സാധനം കണ്ടില്ലെന്ന്. എനിക്ക് എൻ്റെ മറുപടി പറയാൻ അറിയത്തില്ലാണ്ടല്ല, പറയാനുള്ള വാക്ക് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. ഇതുപോലുള്ള നാറികളൊക്കെയാണല്ലോ ലോകത്ത് ജീവിച്ചിരിക്കാൻ ഓർക്കുന്നത്. ഇതെന്തൊരു വാർത്ത, എന്നാ കോപ്പിലെ വാർത്ത കേൾക്കാൻ എന്ന് പറയാൻ അവന് മുഴുവൻ കാണണം. മരിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ വീണ് കിടക്കുന്ന ബ്ലഡിൽ കുടിച്ച് അവനത് കാണണം. ഇവരൊക്കെ നാണമില്ല. ഇവനൊക്കെ ഒരപകടമുണ്ടായി, ഓക്കെ, എന്തിനാ ബ്ലഡ് മുഴുവൻ കാണണമെന്നായി ഈ തെണ്ടിയൊക്കെ പറയുന്നത്? ഇവരൊക്കെ മനുഷ്യനാണോ? ഇവനൊക്കെ എന്നാണ്ട് കൂടുതൽ പറയാൻ? വേറെ ഒന്നുമില്ല, നമുക്കിതേ പറയാനുള്ളൂ. നമ്മളിങ്ങനെ കാണിക്കത്തുള്ളൂ. സൗകര്യമുള്ളത് കണ്ടാൽ മതി. ഞങ്ങൾ വൃത്തികേട് കാണിക്കത്തില്ല. അപ്പോൾ വേണ്ടി കാണാം.